വോട്ടെടുപ്പ് ദിനത്തിലും എതിർ സ്ഥാനാർത്ഥികളോട് ഇടഞ്ഞു തന്നെയായിരുന്നു PV അൻവർ. ബൂത്ത് സന്ദർശനത്തിനിടെ സൗഹൃദം പ്രകടിപ്പിക്കാൻ അടുത്ത് വന്ന ആര്യാടൻ ഷൗക്കത്തിനോട് തന്നെ കെട്ടിപ്പിടിക്കരുത് എന്ന് അൻവർ ആവശ്യപ്പെട്ടു. അഭിനയിക്കാൻ അറിയില്ല എന്നും ഷൗക്കത്തിൻ്റെ സ്നേഹം ധൃതരാഷ്ട്രാലിംഗനം പോലെയാണ് എന്നുമായിരുന്നു അൻവറിൻ്റെ പ്രതികരണം. അതേസമയം മറ്റൊരു ബൂത്തിൽ വെച്ച് തമ്മിൽ കണ്ട M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും സൗഹൃദം പങ്കിട്ട് പരസ്പരം ആശംസകൾ നേർന്നാണ് പിരിഞ്ഞത്. നിലമ്പൂരിലെ മാനവേദൻ സ്കൂളിന് സമീപമായിരുന്നു ഇരു സ്ഥാനാർത്ഥികളുടെയും കണ്ടുമുട്ടൽ നാടകീയ സന്ദർഭമായത്. ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന ആര്യാടൻ ഷൗക്കത്തിനെ PV അൻവർ തന്നെ കെട്ടിപ്പിടിക്കരുതെന്ന് വിലക്കി. അതോടെ ഷൗക്കത്ത് കൈനീട്ടി. കൈ കൊടുത്തെന്ന് വരുത്തിയ ശേഷം പിൻവലിച്ച് കൈ കെട്ടി നിന്ന അൻവർ ക്യാമറ ഫ്രെയിമുകളിൽ നിന്ന് പിന്നോട്ടൊഴിഞ്ഞു. ഷൗക്കത്തും ക്യാമറകൾക്ക് മുമ്പിൽ നിന്ന് ചിരിച്ചൊഴിവായി. ആര്യാടൻ ഷൗക്കത്തിനൊപ്പം സൗഹൃദത്തിന്റെ ശരീരഭാഷയിൽ ചേർന്നു നിൽക്കുന്ന ഒരു വീഡിയോയോ വാർത്താ ചിത്രമോ PV അൻവർ ആഗ്രഹിക്കുന്നില്ല. അത് തുറന്നു പറയുകയും ചെയ്തു. പുള്ളിയെ കെട്ടിപ്പിടിക്കുന്ന ആളാ. അത് ധൃതരാഷ്ട്രാലിംഗനമാണ്, മനസ്സിലായില്ലേ? ആ ആലിംഗനത്തിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ലെന്നേ പറഞ്ഞുള്ളൂ. അല്ല അപ്പൊ എന്താ മനുഷ്യന്മാർ കൈ കൊടുക്കില്ല? ഞാൻ കൈ കൊടുത്തല്ലോ. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുമ്പ് വീട്ടിക്കുത്ത് GLPSൽ ബൂത്ത് സന്ദർശനത്തിനിടെ M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ കണ്ടപ്പോൾ പരസ്പരം ആശ്ലേഷിച്ചും ആശംസ പറഞ്ഞുമാണ് പിരിഞ്ഞത്. തനിക്ക് ഷൗക്കത്തിനെയും സ്വരാജിനെയും പോലെ അഭിനയിക്കാൻ അറിയില്ലെന്ന് അൻവർ. പുള്ളി സിനിമ സ്റ്റൈലാണ്. എനിക്കത് വലിയ അഭിനയം പരിചയമില്ല, മനസ്സിലായില്ലേ? നമ്മൾ ഈ പച്ച മനുഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ആളുകളാണ്. അപ്പം അതിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല. സൗഹൃദമൊക്കെ ആവാം. അത് എന്താ വെച്ചാൽ ആ സൗഹൃദത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ആളെ കാണുമ്പോഴുള്ള സൗഹൃദവും പിന്നെ പിന്നിലൂടെ പാര വെക്കുന്നതും സൗഹൃദത്തിന്റെ ഭാഗമല്ല. വിജയപ്രതീക്ഷയെപ്പറ്റി ചോദിച്ചപ്പോഴും അൻവറിന്റെ മറുപടി പതിവ് ശൈലിയിൽ. തെരഞ്ഞെടുപ്പിന് ശേഷം ഷൗക്കത്ത് സിനിമയ്ക്ക് കഥ എഴുതാനും സ്വരാജ് AKG സെന്ററിലേക്കും പോകും. താൻ നിയമസഭയിലേക്ക് പോകുന്നത് ഇങ്ങനെയായിരിക്കും. അദ്ദേഹം കഥ എഴുതാൻ വീണ്ടും പോകും. നല്ല ജോലിയാണ്, അദ്ദേഹത്തിന് കഴിവുണ്ട്. അതിൽ അഭിനയിക്കാനും അറിയും. അഭിനയ പാടവത്തിൻ്റെ എന്താ പറയുക മൂർത്തിഭാവം എപ്പോഴും പ്രകടിതമാക്കി മനുഷ്യരുടെ ഇടയിൽ കൂടെ നടക്കുന്ന ആളാണ്. സ്വരാജ് സെക്രട്ടേറിയറ്റിലേക്ക് പോകും. പുതിയ AKG സെന്റർ നല്ല സൗകര്യം, നിയമസഭേനേക്കാളും സൗകര്യമാണ്. എന്താ സംശയം? PV അൻവർ ഒറ്റക്കല്ല നിയമസഭയിലേക്ക് പോകുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുമായിട്ടാണ്. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെയും കൂട്ടിയിട്ട് ചിലപ്പോൾ നടന്നു പോകും. എന്നാൽ വീട്ടിക്കുത്ത് GLPSലെ ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് ചെയ്ത ആര്യാടൻ ഷൗക്കത്തിന് 100% വിജയപ്രതീക്ഷ. ആദ്യം മുതലേ ഒരു വലിയ ജനക്കൂട്ടം വരുന്നു. അപ്പോൾ കോരിച്ചൊരുന്ന മഴയൊന്നും അതിനൊക്കെ അതിജീവിക്കുന്ന വലിയ ആവേശം UDFന്റെ പ്രവർത്തകരിലുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാവുന്ന. രാമങ്കുത്ത് LP സ്കൂളിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജും രാവിലെ തന്നെ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ലെന്ന് സ്വരാജ്. അതൊക്കെ വോട്ടിങ്ങിലേക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകളിലും വരെ, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പ്രതീക്ഷകളെ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മണ്ഡലത്തിലുണ്ടായത്. ഇടയ്ക്കിടെ ആർത്തുപെയ്യുന്ന മഴയ്ക്കിടയിലും നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അത്യന്തം നാടകീയതകളും അപ്രതീക്ഷിത വഴിത്തിരിവുകളും നിറഞ്ഞ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുകളും വോട്ടെടുപ്പ് ദിനത്തിലും അടുത്ത ട്വിസ്റ്റ് കാത്തിരിക്കുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.